ഇവിടെ പറയുന്നു, മരണത്തിന്റെ തിരമാല എന്നെ വളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഏതവസ്ഥയിൽ നിന്നാണ് ദൈവം പ്രാർത്ഥന കേട്ട് വിടുവിച്ചത്? ഹല്ലേലൂയ. ഒന്ന് താൻ ഇവിടെ പറയുന്നു, മരണത്തിന്റെ തിരമാല. സ്തോത്രം. ഹല്ലേലൂയ. മരണത്തിന്റെ തിരമാല എന്റെ മേൽ എന്നെ വളഞ്ഞു. ദുഷ്ടതയുടെ അങ്ങനെ മരണത്തിന്റെ തിരമാല എന്നെ വളഞ്ഞു. തിരമാല എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി, ഒരിക്കലും അടങ്ങാതെ നിന്നെ കൊന്നേ വിടൂ, കൊന്നേ കളയും എന്ന് ഒന്നിന് പുറകെ ഒന്നായി തിരമാലകളെ പോലെ മരണം എന്റെ അടുക്കൽ വരുമ്പോഴും, സ്തോത്രം, എന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന എന്റെ ദൈവം കേട്ട് ദൈവം വിടുവിച്ചു, രക്ഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ തനക്കെതിരായി വന്നത് മരണത്തിന്റെ തിരമാല. സ്തോത്രം. തിരമാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും അടങ്ങത്തില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന കാലം മുഴുവനും, നമ്മുടെ കണ്ണടയുന്നത് വരെ ഈ മരണത്തിന്റെ തിരമാല വന്നുകൊണ്ടേയിരിക്കും. എങ്കിലുമോ നാം ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിക്കുന്നവരാകുന്നത് കൊണ്ട്, ആമേൻ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയും നിലവിളിയും ദൈവത്തിന്റെ ചെവികളിൽ കേൾക്കുന്നത് കൊണ്ട് എന്റെ ദൈവം അതിൽ നിന്ന് നമ്മുടെ പ്രാണനെ രക്ഷിക്കും. ദൈവം തന്ന ആയുസ്സത്ത് കഴിയുന്നത് വരെ മരണത്തിന്റെ തിരമാലകൾ ഒന്നിന് പുറകെ ഒന്നായി നമ്മെ വളഞ്ഞാലും, ആമേൻ, മരണത്തിന് നമ്മെ വിട്ടുകൊടുക്കയില്ല എന്നാണ് ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഒന്നിന് പുറകെ ഒന്നായി മരണത്തിന്റെ കാഠിന്യമായ കഷ്ടം തിരമാലകൾ എനിക്ക് വരുന്നുണ്ട്, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ പേടിക്കാതെ, അത് വന്നുകൊണ്ടിരിക്കട്ടെ, അത് വരിക തന്നെ ചെയ്യും. പക്ഷെ അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്.